ഹലോ റീഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പേപ്പർ പ്ലോട്ട്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു റീഡിംഗ് ബ്ലോഗുമായിട്ടാണ്. 3 ബാക്ക് ലിസ്റ്റ് ത്രില്ലേഴ്സ് ആയിരിക്കും ഞാൻ വായിക്കുന്നത്. 3 ബുക്സ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിലൊന്ന് ഞാൻ ആ ഓതറിൻ്റെയൊക്കെ വായിച്ചിട്ടേ ഇല്ല. 2 ഞാൻ ഓതറിന്റെ ഒരു ബുക്ക് വായിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. 3rd വൺ ഞാൻ ഓതറിന്റെ ബുക്ക് വായിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ അങ്ങനെയുള്ള 3 ബുക്സാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. Just Another Missing Night by Gillian McAllister. So ഫസ്റ്റ് ബുക്ക് ഞാൻ ഈ ഓതറിന്റെ ഇഷ്ടപ്പെട്ട റോങ് പ്ലേസ് റോങ് ടൈം. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഞാൻ വായിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു അപ്ഡേറ്റ്. അപ്പൊ ഞാൻ ജസ്റ്റ് അനദർ മിസ്സിംഗ് പേഴ്സൺ 40% എത്തി. ഫ്രാങ്ക്ലി സ്പീക്കിംഗ് അത്രയും എന്നെ അങ്ങോട്ട് ഇൻട്രസ്റ്റഡ് ആക്കുന്നില്ല. അതുപോലെ ഭയങ്കര എൻഗേജിങ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതുവരെ. സോ ഓൾമോസ്റ്റ് ഒരു 50% എത്താനായല്ലോ. അപ്പോൾ ഇപ്പോഴേക്കും ലൈക്ക് സ്റ്റോറീസ് കിക്ക് ചെയ്യേണ്ടതാണ് ശരിക്കും. ഈവൻ റോങ് പ്ലേസ് റോങ് ടൈമും ഇതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ. ഭയങ്കര എൻഗേജിങ് അല്ലായിരുന്നു, ബട്ട് ദെൻ എൻഡ് നല്ല സാറ്റിസ്ഫാക്ടറി ആയിരുന്നു. സോ അതുപോലെ ആയിരിക്കാം. കോൺസെപ്റ്റ് അടിപൊളിയാണ്. അപ്പോൾ ഇതിലെ മെയിൻ ക്യാരക്ടർ ജൂലിയ ഒരു പോലീസ് വുമൺ ആണ്. അപ്പൊ അവളൊരു ഒലീവിയ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി മിസ്സാവുകയാണ്. ലാസ്റ്റ് CCTV ദൃശ്യം നോക്കുമ്പോൾ ആ കുട്ടി ഒരു ആലിയിലോട്ടാണ് പോകുന്നത്. പിന്നെ ആ ആലിയിൽ ഡെഡ് എൻഡ് ആണ്. അപ്പോൾ പിന്നെ അവിടുന്ന് തിരിച്ചു വരുന്ന ദൃശ്യം CCTVയിൽ ഇല്ല. എത്രയോ മണിക്കൂർ വരെ ട്രാക്ക് ചെയ്ത് നോക്കിയിട്ടും ആ കുട്ടി അങ്ങോട്ട് പോയ ആള് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല. അപ്പൊ നമ്മുടെ മെയിൻ ക്യാരക്ടർ ഈ ഒരു മിസ്സിംഗ് കേസിന്റെ പിന്നാലെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾക്കൊരു ത്രെട്ടനിങ്. ഈ ഒലിവിയയുടെ മിസ്സിംഗ് കേസിന് പിന്നിലുള്ള ആളേക്കെന്ന് അവള് പെട്ടെന്ന് ത്രെട്ടൻഡ് ആവുകയാണ്. ലൈക്ക് നിന്റെ ഒരു ഡാർക്ക് സീക്രട്ട് എനിക്ക് അറിയാം. ലൈക്ക് വാട്ട് എവർ യു ആൻഡ് യുവർ ഡോട്ടർ ഡിഡ്, അത് ഞാൻ പറയരുത് എന്നുണ്ടെങ്കിൽ ഒരു DNA സാമ്പിൾ കൊടുത്തിട്ട് ഈ ആളെ മേലിൽ ഈ ഒരു കുറ്റം ചുമത്തണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ത്രെട്ട്. അപ്പോൾ ഒരു പോലീസ് എന്നുള്ള രീതിയിൽ അവൾക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഡിഗ് ചെയ്യാതെ ഒരു നിരപരാധിയാണോ എന്നറിയാത്ത ഈ ഒരാളെ മേലിൽ ഈ ഒരു കുറ്റം ചുമത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ മൊറാലിറ്റിനെ ചോദ്യം ചെയ്യുന്ന പോലെ ഒരു കാര്യമാണ്. അവൾ ഇതുവരെ അവളുടെ ഈ ഒരു ഓഫീസറായിട്ട് വർക്ക് ചെയ്ത ഈ ഒരു കാലത്തിൽ അവൾ ഇങ്ങനെ ഒരു ഇതൊന്നും ചെയ്തിട്ടില്ല. സോ അവൾക്ക് പക്ഷെ അവളുടെ മകളെ പറ്റിയിട്ടില്ല. അവളുടെ ഈ ഒരു ഡാർക്ക് സീക്രറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമുള്ള ഒരു കാര്യമാണ്. സോ ടോട്ടലി അവള് ട്രാപ്ഡ് ആണ് ഈ ഒരു ത്രെട്ടിൽ. മേ ബി ഇറ്റ് വിൽ പിക്കപ്പ് ആൻഡ് ദെൻ എൻഡിങ് ഞാൻ വിചാരിച്ച പോലെ ഒരു സാറ്റിസ്ഫാക്ടറി എൻഡിങ് ആയിരിക്കാം. സോ ലെറ്റ് സീ ഹൗ ദിസ് വൺ ഗോസ്. ടിൽ നൗ ഇറ്റ്സ് ലൈക്ക് എ 3-star റീഡ്. സോ അത് എത്രത്തോളം മാറും എന്നുള്ളത് നമുക്ക് കാണാം. ജസ്റ്റ് ദ മിസ്സിംഗ് പേഴ്സൺ കംപ്ലീറ്റ് ചെയ്തു. ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ഐ എക്സ്പെക്റ്റഡ്. അത്രയും ബാഡ് അല്ല, എന്നാൽ അത്രയും ഗുഡും അല്ല. ഒരു കൈൻഡ് ഓഫ് ഇൻ എ മിഡിലാണ്. സോ ഈ ഓതറിന്റെ 2 ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഈ ഓതറിന്റെ റൈറ്റിംഗ് അത്രയും എൻഗേജിങ് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് അല്ല. റോങ് പ്ലേസ് റോങ് ടൈമിലും ഞാൻ ഇതേ സാധനം ഫേസ് ചെയ്തിരുന്നു. ബട്ട് അതിൽ നല്ല അടിപൊളി പ്ലോട്ട് ട്വിസ്റ്റും അതുപോലെ ഫാദർ സൺ അല്ലെങ്കിൽ മദർ ഡോട്ടർ മദർ സൺ ഇതുപോലത്തെ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടാണ് ത്രില്ലേഴ്സ് രണ്ടും. ഇമോഷൻസ് കാരണം ചെയ്യുന്ന കാര്യങ്ങളാണ് 2 ബുക്കിലും എനിക്ക് ആ ഒരു സിമിലാരിറ്റി മനസ്സിലാക്കാൻ പറ്റിയത്. ഇതിൽ ഒരു ഹാഫ് വേ കഴിയുമ്പോൾ ഒരു പ്ലോട്ട് ട്വിസ്റ്റ് ഉണ്ട്. ഐ നെവർ സോ ഇറ്റ് കമ്മിങ്. ഐ വാസ് സോ സർപ്രൈസ്ഡ്. ബട്ട് എൻഡിങ്ങിലോട്ട് എത്തുമ്പോഴുള്ള പ്ലോട്ട് ട്വിസ്റ്റ് എനിക്ക് അത്രയും ഇഷ്ടമായില്ല. അതുപോലെ മെയിൻ ക്യാരക്ടറിനോട് കുറച്ച് കണക്ട് ചെയ്യാൻ എനിക്കൊരു കുറച്ച് ബുദ്ധിമുട്ടായി തോന്നി. നേരെ മറിച്ച് റോങ് പ്ലേസ് റോങ് ടൈമിൽ മെയിൻ ക്യാരക്ടറിനോട് ഞാൻ ഇനീഷ്യലി തന്നെ കണക്ട് ചെയ്തിരുന്നു. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ദോസ് ക്യാരക്ടേഴ്സ്. സോ ആ ഒരു പ്ലസ്സും കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബുക്ക് ഒരു 3.5 സ്റ്റാർ ആയിരുന്നു. Somewhere along it was good. So definitely we'll try another book from this author. So that was that. The next book I'm going to read in this is The Last Word by Taylor Adams. So ഇത് ഞാൻ വായിച്ച് 50% ആയി. And I'm really enjoying it. It's so fast paced. അപ്പോൾ ഇതിന്റെ സ്റ്റോറി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ മെയിൻ ക്യാരക്ടർ എമ്മ താമസിക്കുന്ന ഒരു ബീച്ച് സൈഡിലുള്ള ഒരു ക്യാബിനിലാണ്. അത് അവളുടെ വീടല്ല, അത് വേറെ ആരുടെയോ വീടാണ്. പക്ഷെ അവര് തിരിച്ചു വരുന്നവരെ അവളാണ് അവിടെ സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളൊരു ബുക്ക് അവളുടെ നെയ്ബർ സജസ്റ്റ് ചെയ്തൊരു ബുക്ക് വായിക്കുന്നതും. അങ്ങനെ ആ ഒരു ബുക്ക് അവൾക്ക് തീരെ ഇഷ്ടാവില്ല. സോ അവൾ എന്ത് ചെയ്യും, ഒരു 1 സ്റ്റാർ റിവ്യൂ അതിന് ഓൺലൈനിൽ കൊടുക്കും.
അപ്പം തന്നെ ഇതിൻ്റെ ഓതർ അവളെ അപ്രോച്ച് ചെയ്യും, ലൈക്ക് ആ റിവ്യൂ റിമൂവ് ചെയ്യണം, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് എഴുതിയ ബുക്കാണ് എന്നുള്ള രീതിയിൽ എനിക്ക് ഇതിൻ്റെ മാർക്കറ്റിംഗ് സൈഡിനെ അത് ബാധിക്കും എന്ന് പറഞ്ഞിട്ട് അയാൾ കുറച്ചൊരു ത്രെട്ടനിങ് വേയിലൊക്കെ മെസ്സേജ് അയക്കും. എമ്മ അത് റിമൂവ് ആക്കില്ല, ബിക്കോസ് എമ്മ ബിലീവ്സ് ലൈക്ക് ഏതൊരു റിവ്യൂ ആണെങ്കിലും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അത് പറയാൻ കഴിയണം എന്നുള്ളൊരു രീതിയിലാണ് എമ്മ നിൽക്കുന്നത്. അങ്ങനെയാണ് പിന്നെ എമ്മയ്ക്ക് എന്തൊക്കെയോ ദുരൂഹതകളും ലൈക്ക് രാത്രി എണീക്കുമ്പോൾ ഒരാൾ നിൽക്കുന്ന പോലെയൊക്കെ തോന്നുന്നത്. പിന്നെയാണ് അവൾക്ക് മനസ്സിലാവുന്നത് ലൈക്ക് ഈ ഓത്തറാണ് അവളെ കൊല്ലാൻ ശ്രമിക്കുന്നതെന്നും ലൈക്ക് വൈ ഹി ഈസ് ഡൂയിങ് ഇറ്റ് എന്നൊക്കെ നമുക്ക് പിന്നെ മനസ്സിലാവും. ആൻഡ് ഐ എം റിയലി എൻജോയിങ്. ഒരു ഹാഫ് വേ പോയിന്റിൽ ഒരു പ്ലോട്ട് ട്വിസ്റ്റ് ഉണ്ടായിരുന്നു, ലൈക്ക് ഐ കുഡൻ ഗെസ് ഇറ്റ്, ഐ നെവർ സോ ഇറ്റ് കമ്മിങ്, ബട്ട് ഇറ്റ്സ് സോ റിയലി ലൈക്ക് ഒരു പുതിയൊരു കോൺസെപ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു അത്. സോ ഞാൻ ഇന്ന് തന്നെ കംപ്ലീറ്റ് ആക്കാനാണ് ചാൻസ്, ബിക്കോസ് അത്രയും ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. സോ ഞാൻ ബുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഹലോ, ഒരു അപ്ഡേറ്റ്. സോ ഐ കംപ്ലീറ്റഡ് ദ ലാസ്റ്റ് വേർഡ്. It's so good, really really good. Believe me, trust me, read this one if you love thrillers. അവസാനത്തെ കുറച്ച് ഭാഗമുണ്ടല്ലോ അൺപുട്ട് ആണ്, സോ ഫാസ്റ്റ് പേസ്ഡ്. ബിക്കോസ് ഇതൊക്കെ നടക്കുന്നത് ഒരു 1 night സ്പാനിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഭയങ്കര ആക്ഷൻ പാക്ഡ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ സംഭവിക്കുക ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും ടിൽ ദി എൻഡ്. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. സോ ഇതൊരു 80% ഒക്കെ എത്തിയപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു 3 hour ഓഡിയോ ബുക്കിൽ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഓൾമോസ്റ്റ് കഥയ്ക്ക് ഒരു ക്ലോഷർ കിട്ടിയ പോലെ ആയിരുന്നു. ബട്ട് ദെൻ ഞാൻ ആകെ സർപ്രൈസ്ഡ് ആയി, ബിക്കോസ് 3 hour ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ എന്താണ് ഇനിയും സ്റ്റോറി? ആൻഡ് ദെൻ ഒരു പ്ലോട്ട് ട്വിസ്റ്റ് ഹിറ്റ് ചെയ്യും, ആൻഡ് ദെൻ വിൽ ബി ലൈക്ക് സോ സർപ്രൈസ്. അത് കഴിഞ്ഞ് എവറിത്തിങ് എല്ലാം റാപ്പ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെയും 1 hour ബാക്കിയുണ്ട്. ആൻഡ് ഐ ഫെൽ ലൈക്ക് ഇനി എന്താന്നുള്ള രീതിയിൽ. ബട്ട് ദെൻ അഗെയിൻ വി ആർ ഹിറ്റ് വിത്ത് സോ മെനി പ്ലോട്ട് ട്വിസ്റ്റ്. സോ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് എൻഡിങ് ആണ്. ബട്ട് ഏറ്റവും എൻഡിലുള്ള ആ ഒരു പ്ലോട്ട് ട്വിസ്റ്റ് എനിക്ക് കുറച്ച് അൺനെസസറി ആയിട്ട് തോന്നി. ലൈക്ക് ഒരു 1 hour മുന്നേ ആ ബുക്ക് കംപ്ലീറ്റ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായേനെ. ബട്ട് പിന്നെയും അത് ഒരു 1 hour കൂടെ സ്ട്രെച്ച് ചെയ്ത പോലെ എനിക്ക് തോന്നി. ആ ലാസ്റ്റിൽ ആ ഭാഗം വേണ്ടായിരുന്നു എന്ന് തോന്നി. കുറച്ച് ക്ലീഷേ ചീസിയൊക്കെ ആയിട്ട് എനിക്ക് തോന്നി. വായിക്കുമ്പോൾ തന്നെ ശരിക്കും നമുക്ക് ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു വൈബ് തരും ബുക്ക്. അതുപോലെ തന്നെ മെയിൻ നറേറ്റർ ഭയങ്കര ബ്രേവ് ആൻഡ് കറേജിയസ് ആണ്. ആൻഡ് ഐ റിയലി ലവ്ഡ് എം ആസ് എ ക്യാരക്ടർ. സോ ദിസ് ബുക്ക് വാസ് എ win. I gave it 4.25 stars and I really really enjoyed it. If you love thrillers then definitely check this one. ഇനി ഞാൻ വായിക്കാൻ പോകുന്ന ബുക്ക് പറഞ്ഞാൽ അതിൻ്റെ ഓത്തറിൻ്റെ നിന്നുള്ള ഒരു ബുക്ക് ഞാൻ വായിച്ചിട്ട് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. സോ ദിസ് ഇസ് ലൈക്ക് ഹെർ സെക്കൻഡ് ബുക്ക് ഐ എം ഗോയിങ് ടു റീഡ്. ഞാൻ ഒരുപാട് പേര് നല്ല ഒപ്പീനിയൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ദ ബുക്ക് ഈസ് ബ്രൈറ്റ് യങ് വുമൺ. അമേരിക്കയിൽ ഫേമസ് ആയ ഒരു സീരിയൽ കില്ലറാണ് ടെഡ് ബണ്ടി. അപ്പോൾ ആ ടെഡ് ബണ്ടീനെ ബേസ് ചെയ്ത് എഴുതിയ ഒരു നോവലാണിത്. ഞാൻ കുറച്ച് എത്തിയിട്ടുള്ളൂ, ലൈക്ക് 10% എത്തിയിട്ടുള്ളൂ ഈ ബുക്കിൽ. സോ ഐ തിങ്ക് റേപ്പ് ഈസ് ഇൻവോൾവ്. സോ ഇഫ് യു വോണ്ട് ടു ചെക്ക് ട്രിഗർ വാർണിംഗ്സ് യു ക്യാൻ ഗോ ആൻഡ് ചെക്ക്. സോ ഐ വിൽ ഗിവ് യു ആൻ അപ്ഡേറ്റ് വൺസ് ഐ മേക്ക് എ പ്രോഗ്രസ്. ഒരു അപ്ഡേറ്റ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ അപ്ഡേറ്റ് ചെയ്യാൻ വിട്ടുപോയി, എനിക്ക് പറ്റിയില്ലായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. സോ ബ്രൈറ്റ് യങ് വുമൺ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഇതിൻ്റെ സ്റ്റോറിയോ പ്ലോട്ട് ലൈനോ ഒന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഐ എം റിയലി സോറി, കാരണം ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. ഈ ബുക്ക് എന്ന് പറഞ്ഞത് ഒരു മാസ്റ്റർ പീസ് എന്നൊക്കെ പറയാം. ബട്ട് ഇതൊരു എൻ്റർടൈൻമെൻറ്റ് കൈൻഡ് ഓഫ് ബുക്കല്ല. സോ ഇതൊരു ത്രില്ലറാണ്. ബട്ട് ഈവൻ ദോ ത്രില്ലർ ആണെങ്കിലും മറ്റുള്ള ത്രില്ലറിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് സ്ലോ പേസ്ഡ് ആൻഡ് ഫിക്ഷണലാണ്. ആൻഡ് ഇത് വായിച്ചത് ഓഡിയോ ബുക്കായിട്ടാണ്. ബട്ട് ഐ വുഡ് റെക്കമെൻഡ് ദിസ് ആസ് എ ഫിസിക്കൽ ബുക്ക്. കാരണം ഒരുപാട് കോഡ്സ്, ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള ലൈൻസ് ഉള്ള ഒരു ബുക്കാണ്. ഓതർ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എല്ലാം പോർട്രേ ചെയ്തത്. ഇതിൽ സ്റ്റോറി എഴുതിയിരിക്കുന്നത് ഇൻസ്പയർഡ് ബൈ ടെഡ് ബണ്ടി. അപ്പോൾ ഈ ടെഡ് ബണ്ടി എന്ന് പറയുന്നത് ഒരു സീരിയൽ കില്ലറായിരുന്നു അമേരിക്കയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ 1970s 30 യങ്
പെൺകുട്ടികളെ റേപ്പ് ചെയ്യുകയും അതുപോലെ കൊല്ലുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സീരിയൽ കില്ലറായിരുന്നു. അപ്പോൾ അതിനെ ഇൻസ്പയർഡ് ആയിട്ടാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഈ ബുക്കിൽ എവിടെയും ടെഡ് ബണ്ടിനെ വിശേഷിപ്പിക്കുന്നേ ഇല്ല. കൂടുതലും അവർ ആ ക്രിമിനലിനെ ഡിഫൻഡന്റ് എന്നുള്ള പേരിലാണ് അവർ എഴുതുന്നത്. വേറൊരു പേരും ഇതിൽ പറയുന്നില്ല. ഇതിൽ മെയിൻ ക്യാരക്ടർ പമേല അവരുടെ ഹൗസിൻ്റെ സൊറോറിറ്റി ഹൗസിൻ്റെ പ്രസിഡന്റ് ആണ്. അപ്പോൾ അവളാണ് എല്ലാം മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഡെനീസ് അവളെ ഒരു പാർട്ടിങ്ങിന് വേണ്ടി വിളിക്കുമ്പോൾ അവൾ പോവില്ല, അവൾ അവിടെ തന്നെ നിൽക്കും. അങ്ങനെ പമേല ഉറങ്ങുമ്പോഴാണ് ഒരു ശബ്ദം കേട്ട് ഞെട്ടി ഉണരുന്നത്. അങ്ങനെ അവൾ പോയി നോക്കുമ്പോൾ ഈ ഡിഫൻഡന്റിന്റെ ഫേസ് അവൾ ചെറുതായിട്ടൊന്ന് കാണും. പിന്നെയാണ് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുക. ലൈക്ക് 2 പേര് അറ്റാക്ക്ഡ് ആണ്. ഐ തിങ്ക് 3 പേര് മരിക്കും. സോ ടോട്ടലി 5 പേര്. സോ അവളാണ് ആകെയുള്ളൊരു വിറ്റ്നസ്. അപ്പോൾ അവൾ ഇയാളുടെ ഫേസ് ക്ലിയർ ആയി കണ്ടിട്ടുണ്ട്. ബട്ട് ഫസ്റ്റ്ലി അവൾ ആദ്യം വിചാരിക്കും അത് ഡെനീസിൻ്റെ ബോയ് ഫ്രണ്ട് ആണെന്ന്. സോ അവൾ കൊടുക്കുന്ന മൊഴിയിൽ അവൾ ആദ്യം ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ബട്ട് അതല്ല, ശരിക്കും ഉള്ള ആൾ വേറെയാണെന്ന് പറയുന്നുണ്ട് മൊഴിയിൽ എന്നുണ്ടെങ്കിൽ പോലീസ് ഈ ഒരു ബോയ് ഫ്രണ്ടിൽ തന്നെ തൂങ്ങി കളിക്കും. ആൻഡ് ദെൻ ബോയ് ഫ്രണ്ടിനെ ജയിലിലിടും. സോ അവിടെ പോലീസിനെ സംബന്ധിച്ച് ഒരാളെ കിട്ടുന്നതായിരുന്നു ഇമ്പോർട്ടൻറ്റ്. സോ റിയൽ ലൈഫിൽ ടെഡ് ബണ്ടി ചെയ്ത കാര്യങ്ങൾ എല്ലാവരും പുകഴ്ത്തി പറയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലൈക്ക് അവനൊരു ഹീറോ ആക്കിയിട്ടായിരുന്നു വെച്ചിരുന്നത്. ലൈക്ക് ഒരു ബ്രൈറ്റ് യങ് മാൻ ആയിരുന്നു. ബിക്കോസ് അവനൊരു ലോയറാണ്. അപ്പോൾ അറ്റ് ദ സെയിം ടൈം ഹീസ് എ സീരിയൽ കില്ലർ. സോ ഹാൻസം, ചാമിങ് അങ്ങനത്തെ ഒക്കെ വേർഡ്സ് വെച്ചിട്ടായിരുന്നു അവനെ ഡിസ്ക്രൈബ് ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഒരു ഹീറോ പോലെ ആയിരുന്നു അതിന് ഗ്ലാമറൈസ് ചെയ്തിരുന്നത്. ഈ ബുക്കിൽ പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് പോർട്രേ ചെയ്യുന്നത്. ലൈക്ക് എത്രത്തോളം ബുദ്ധിമുട്ടിയ ആ ബ്രൈറ്റ് യങ് വുമൻസ് അറ്റ് ദ ഹാൻഡ് ഓഫ് എ സീരിയൽ കില്ലർ എന്നുള്ളതാണ് ഇതിലെ മെയിൻ ഫോക്കസ്. സോ ഇത് അനുഭവിച്ച പെൺകുട്ടികളുടെ കുറേ ഇതും പിന്നെ കണ്ടെത്തലും ഇൻവെസ്റ്റിഗേഷനും പിന്നെ കോർട്ടിലുള്ള കാര്യങ്ങളും അതൊക്കെയാണ് ത്രൂ ഔട്ട് ഈ ബുക്കിൽ വരുന്നത്. ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു ബുക്കാണ്. അതുപോലെ ഇതിലൊരു കോട്ടുണ്ട് അറ്റ് ദ എൻഡ്. ലൈക്ക് ജഡ്ജ് എങ്ങനെയാണ് അവനെ വിശേഷിപ്പിച്ചത്, ആ ജഡ്ജ് പറയുന്നത് ലൈക്ക് യു ആർ എ ബ്രൈറ്റ് യങ് മാൻ ആൻഡ് നല്ല ടാലൻറ്റഡ് ആണ്, ഞാൻ എൻ്റെ മുന്നിൽ വർക്ക് ചെയ്യാൻ വളരെ യോഗ്യതയുള്ള ഒരാളാണ്, പക്ഷെ നിന്റെ പാത്ത് റോങ് ആയിപ്പോയി, ബട്ട് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. അത്രയും ഇതായിട്ടാണ് ഈവൻ ജഡ്ജ് അവനെ കാണുന്നത്, ഈവൻ ദോ ഹി ഡിഡ് ദിസ് ബ്രൂട്ടൽ തിങ്. സോ അതൊക്കെയാണ് ഈ ബുക്കിലൂടെ കംപ്ലീറ്റ്ലി പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മുടെ നാട്ടിൽ സംഭവിച്ച ഒരു കാര്യമില്ലാത്തതുകൊണ്ട് നമുക്കത് അത്രയും ഇൻസ്പയറിങ്ങോ അല്ലെങ്കിൽ ഇമ്പാക്റ്റിങ്ങോ ആവണമെന്നില്ല. ബട്ട് ആസ് എ സ്റ്റോറി ഇറ്റ് വാസ് റിയലി ഗുഡ്. ദ റൈറ്റിംഗ് വാസ് സോ ഇമോഷണൽ ഹെവി. അതുപോലെ ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ സ്ട്രോങ് ആയിട്ടുള്ള വുമൻസിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ലൈൻസും കോട്ട്സും ഒരുപാടുണ്ട്. സോ ഇഫ് യു ലവ് സച്ച് വുമൻസ് ഫിക്ഷൻ then definitely try this one. So this was a very good book. It's a 4.2 star read and I really enjoyed it. Young Woman the last word ഒരേ റേറ്റിംഗ് ആയിരുന്നു. ബട്ട് ലാസ്റ്റ് വേർഡ് is completely like thriller and Bright Young Woman is like thriller fiction and just the missing person was a 3.5 star read. So I really enjoyed this experience reading thrillers back to back and I had a good time. So definitely will do this in future. അപ്പോൾ ഞാൻ ഈ ചാനലിൽ ബുക്ക് റിവ്യൂസ്, ബുക്ക് റെക്കമെൻഡേഷൻസ് ഒക്കെയാണ് ചെയ്യാറ്. സോ ഇഫ് യു ലവ് ദീസ് കോണ്ടന്റ്സ് then definitely like, comment, share and subscribe and I will see you with another video. Till then, bye bye and take care.